ബിഗ് ബോസിന്റെ ചെവി അടിച്ചു പോവാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെവി അടിച്ചു പോയി എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് അവിടെ പലതവണ പറഞ്ഞു, സമയം കഴിഞ്ഞു, നിർത്ത്, ഋഷി നിർത്ത്, അപ്സര നിർത്ത് എന്ന് പലതവണ പറഞ്ഞിട്ടും അവിടെ നിർത്താതെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന, പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടുപേരായിരുന്നു അവിടെ അപ്സരയും ഋഷിയുമാണ് നോമിനേഷൻ പ്രക്രിയയ്ക്ക് ഒരുമിച്ച് പോയ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത്. അവിടെ തുടക്കത്തെ ആഴ്ച മുതൽ എന്ത് സംഭവിച്ചു അതാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്, അവിടെ ഋഷിയെ നോമിനേറ്റ് ചെയ്തു അപ്സര. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അപ്സരയ്ക്ക് അറിയില്ല. നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് കുത്തില്ലായിരുന്നു, നേരിട്ട് നമ്മുടെ തെറ്റും കുറവുകളും പറയുകയാണ് ചെയ്യുക, അല്ലാതെ പുറകിൽ നിന്ന് കുത്തുന്ന ആളല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷിയുടെ സംസാരം. അവിടെ അപ്സര പറയുന്നത്, ഇവിടെ ഋഷി എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അൻസുബയുടെ കൂടെ മാത്രം നിന്ന് ഗെയിം കളിക്കുന്നു, അൻസുബയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അപ്സരയും സംസാരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടി തന്നെയായിരുന്നു ആ കൺഫെഷൻ റൂമിൽ നടന്നുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് രണ്ടുപേരെടുത്ത് തീരുമാനമെടുക്കാനായിട്ട് പറഞ്ഞ സമയത്ത് രണ്ടുപേർക്കും തീരുമാനമെടുക്കാനില്ല. ഋഷി പറയുന്നു അവിടെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു, മുഖംമൂടി ധരിച്ചു നിൽക്കുന്നു, ഈ വ്യക്തി ഇവിടെ നിൽക്കാനായിട്ട് യോഗ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അപ്സര തന്നെ നോമിനേഷനിൽ പോകണമെന്ന് ഋഷി വാദിക്കുന്നു. ഇവിടെ അൻസിബയായിരുന്നു സ്ഥാനത്തെങ്കിൽ ഞാൻ നോമിനേഷനിൽ പോയേനെ, അൻസിബനെ രക്ഷിച്ചേനെ. പക്ഷേ ഇവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാത്ത അപ്സര ഇവിടെ നിൽക്കാനായിട്ട് യോഗ്യതയുള്ള ആളല്ല എന്നുള്ളതാണ് അവിടെ ഋഷിയുടെ വാദം. അപ്സരയും വിട്ടുകൊടുത്തില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഋഷിയെ പോലെയുള്ള ഒരു വ്യക്തി ഇവിടെ നിൽക്കാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്സരയും അവിടെ സംസാരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി തന്നെ. അവസാനം സമയം കഴിഞ്ഞിട്ടും ബിഗ് ബോസ് ഒന്ന് നിർത്തോ എന്ന് പലതവണ ചോദിച്ചിട്ടും അവർ നിർത്താതെ വന്നപ്പോൾ ബിഗ് ബോസ് രണ്ടിനെയും കൂടി എടുത്ത് ഓടിപ്പിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുപോലെ സ്വൈരക്കേടായിരുന്നു. ബിഗ് ബോസിന്റെ ചെവിക്കല്ല് അടിച്ചു പോയി എന്ന് തന്നെ പറയാം.